വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനായിട്ട് ഏൺ ലീവ് സറണ്ടർ വഴി നൽകാൻ ആപ്ലിക്കേഷൻ നൽകിയവരുടെ ഓപ്ഷൻ ഇനേബിൾ ആയിട്ടുണ്ട്. നമുക്കിനി PF NRA PF അഡ്വാൻസ് കൂടി വരാനുണ്ട്. ഇപ്പം സറണ്ടർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇനേബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് മെസ്സേജ് കാണുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ നോക്കുന്നത്. നമുക്ക് ഒരു സാമ്പത്തിക വർഷം മാക്സിമം 30 ദിവസമാണ് സറണ്ടർ ചെയ്യാൻ കഴിയുക. അപ്പം ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ള എംപ്ലോയീസ് ഇപ്പം ഫുൾ 30 ദിവസത്തേക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് 30 ദിവസം കൊടുക്കാം. അതല്ല 5 ദിവസം മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ 5 ദിവസം പ്രത്യേകമായിട്ട് ഒരു ബില്ല് തയ്യാറാക്കാം. അതിന് ശേഷം വീണ്ടും ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ബാലൻസ് ഡേയ്സ് വേണമെങ്കിൽ സറണ്ടർ നമുക്ക് PF ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് രണ്ട് ഓപ്ഷനാണ്. വയനാടിൻ്റേത് പ്രത്യേകം നമുക്ക് എത്ര ഡേയ്സ് ആണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് പ്രത്യേകം തന്നെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അത് ചെയ്തവർക്ക് ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ നമുക്ക് ഒരു സറണ്ടറോട് ചെയ്യാം. അപ്പം ഫലത്തിൽ ടോട്ടൽ ഡേയ്സ് 30 ദിവസം തന്നെയാണ്. എന്നിരുന്നാൽ അത് രണ്ടായിട്ട് ചെയ്യാം. അപ്പോൾ 5 ദിവസം ഇതിനായിട്ട് കൊടുക്കാം, ബാക്കി 25 ദിവസം നമുക്ക് PF ക്യാഷ് ആയിട്ട് കിട്ടേണ്ട എംപ്ലോയീസിനാണെങ്കിൽ ക്യാഷ് ആയിട്ട് എടുക്കാം, അല്ലാത്തുള്ള എംപ്ലോയീസിന് അത് PF മാറ്റാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ജീവനക്കാരന്റെ പേഴ്സണൽ ലോഗിൻ അതായത് ഇൻഡിവിജ്വൽ ലോഗിൻ വഴിയും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയും. അതല്ല ഓഫീസിന്റെ നമ്മുടെ DD ലോഗിൻ വഴിയും ആപ്ലിക്കേഷൻ ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ രണ്ട് രീതിയും ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള രണ്ട് രീതിയും പറയാം. ഞാൻ ആദ്യം ഇൻഡിവിജ്വൽ ലോഗിൻ വഴി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് DD ലോഗിൻ വഴി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പം ഞാനിപ്പോൾ പേഴ്സണൽ ലോഗിൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിനകത്ത് യൂസർ ID പാസ്വേഡ് നൽകിയിട്ട് ഞാനിപ്പോൾ ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. ഞാനിവിടെ യൂസർ ID പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തു. ഇതൊരു പേഴ്സണൽ ലോഗിൻ ആണ്. ഇതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ ലീവ് സറണ്ടറിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് CMDRF നൽകാനുള്ള ആപ്ലിക്കേഷൻ നമ്മൾ എത്ര ഡേയ്സ് ആണ് സറണ്ടർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഇതിനകത്ത് നിന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് ലീവ് അപേക്ഷയുടെ ആപ്ലിക്കേഷൻ സറണ്ടറിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സർവീസ് മാറ്റേഴ്സിലാണ്. ഇത് പേഴ്സണൽ ലോഗിനാണ്. ഞാൻ പ്രത്യേകം പറയുന്നത് പേഴ്സണൽ ലോഗിനാണ്. പേഴ്സണൽ ലോഗിൻ വഴി എങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് DD ലോഗിൻ വഴി ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യാന്നുള്ള രണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ പേഴ്സണൽ ലോഗിനിൽ നമുക്ക് ലീവ് ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതിനായിട്ട് എടുക്കുന്ന ഓപ്ഷൻ സർവീസ് മാറ്റേഴ്സ് അതിന് സബ്മെനുമായിട്ട് ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽസ് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ സറണ്ടർ ചെയ്ത ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതുപോലെ എംപ്ലോയിയുടെ പെന്ന്, ഡിസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കാണാൻ കഴിയും. നമുക്ക് ഇദ്ദേഹത്തിന്റെ ക്രെഡിറ്റിലുള്ള ലീവ് ബാലൻസ് ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു പുതിയ ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതായത് കോൺട്രിബ്യൂഷൻ ടു CMDRF വയനാട് 2024 എന്നുള്ള നമ്മുടെ ജിയോയുടെ ഇതും കാണിച്ചിട്ട് ഒരു പുതിയ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ടിക്ക് ചെയ്യുക. അതായത് സറണ്ടർ എമൗണ്ട്, അപ്പോൾ ഒരു മെസ്സേജ് കാണിക്കുന്നത് സറണ്ടർ എമൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ടു CMDRF വയനാട്. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് ടിക്ക് ഓപ്പൺ ആവും. അപ്പം അതിനുശേഷം നിങ്ങൾ എത്ര ഡേയ്സ് ആണ് ഇതിനകത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൊടുക്കുക. അപ്പം ഒരു മാസം ശമ്പളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കുക. അതല്ല 5 ഡേയ്സ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെ. അപ്പൊ അതിനുശേഷം നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഒരു ഡിക്ലറേഷനോട് ഉണ്ട്. ഡിക്ലറേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികം എക്സസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാനുള്ള ഡിക്ലറേഷനാണ്. അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ DD ലോഗിനിലേക്ക് പോകും. DD ലോഗിനിൽ കയറിയിട്ട് നമുക്കിത് അപ്രൂവ് ചെയ്യാനായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഈ പേഴ്സണൽ ലോഗിനിൽ കയറിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് DD ലോഗിനിലും അല്ലെങ്കിൽ ക്ലർക്ക് ലോഗിനും കയറി നമുക്ക് ഇതേപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഇതിപ്പോൾ പേഴ്സണൽ ലോഗിനാണ്. നമുക്ക് DD ലോഗിനിലൂടെ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ DD ലോഗിൻ ഓപ്പൺ ആക്കി. നേരത്തെ കണ്ട പ്രൊഫൈലിൽ നിന്ന് വ്യത്യാസമായി നമുക്ക് കുറെ അധികം മെനൂസ് നമുക്കുണ്ട്. മറ്റേ പേഴ്സണൽ ലോഗിൻ ആയിരുന്നു. ഇപ്പൊ കുറെ അധികം മെനൂസ് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് സർവീസ് മാറ്റേഴ്സിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. സർവീസ് മാറ്റേഴ്സിൽ വന്നിട്ട് നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമുക്ക് ലീവ് സറണ്ടർ കാണാം. ലീവ് സറണ്ടർ സബ്മെനുമായിട്ട് നമുക്ക് കുറെ ഓപ്ഷൻസ് കാണാം. ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ, വെരിഫൈ സറണ്ടർ ആപ്ലിക്കേഷൻ, സാങ്ഷൻ ലീവ് സറണ്ടർ, ഡൗൺലോഡ് സാങ്ഷൻ ഓർഡർ, ക്യാൻസൽ ലീവ് സറണ്ടർ ഓർഡർ. അപ്പൊ നമുക്ക് ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ലോഗിനാണ് എല്ലാവരുടെയും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അതിനുശേഷം നമുക്ക് സാങ്ഷൻ ലീവ് സറണ്ടർ വെരിഫൈ ചെയ്യണം. അതിനുശേഷം സാങ്ഷൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതിന്റെ പ്രിന്റ് എടുക്കണം. അഥവാ ഈ ബില്ല് ക്യാൻസൽ ചെയ്യുന്നുണ്ട്, അതായത് സറണ്ടർ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാൻസൽ ലീവ് സറണ്ടർ എന്ന് കൊടുക്കണം. നമുക്കിപ്പോൾ ആദ്യം നമുക്ക് ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം.
ഇവിടെ നമുക്ക് സെൽഫ് എന്നും കാണാം, അതേഴ്സ് എന്നും കാണാം. സെൽഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പം നമ്മൾ ലോഗിൻ ചെയ്ത എംപ്ലോയിയുടെ ഓട്ടോമാറ്റിക്കലി ആ ഒരു എംപ്ലോയിയുടെ ആയിരിക്കും. നമ്മളിപ്പോൾ DDയുടെ ആണെങ്കിൽ DDയുടെ ആയിരിക്കും ഡീറ്റെയിൽസ് അവിടെ കാണുക. അതല്ല ക്ലർക്കിന്റെ ആണെങ്കിൽ ക്ലർക്കിന്റെ ആയിരിക്കും ഡീറ്റെയിൽസ് അവിടെ കാണുക. നമ്മളിവിടെ അതേഴ്സ് എടുത്തിട്ട് ആരുടെയാണോ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ പെൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഗോ പറയാണ് ചെയ്യുന്നത്. നമുക്കതൊന്ന് ഒരാളുടെ പെൻ എടുത്ത് ഗോ കൊടുക്കാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. നേരത്തെ ലീവ് എടുത്ത കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. ഇവിടെ നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ മറ്റേ പേജിൽ കണ്ടതുപോലെ തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു മെസ്സേജ് കാണിക്കും, നമ്മളത് ഓക്കെ പറയുന്നു. അതിനുശേഷം എത്ര ഡേയ്സ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് വെരിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് സാങ്ഷൻ ഓർഡർ എടുക്കുന്നതെന്ന് കൂടെ നോക്കാം. ഞാനിവിടെ ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാണ്. നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, യു ഹാവ് ഓപ്റ്റഡ് CMDRF വയനാട് 2024. ഇങ്ങനൊരു മെസ്സേജ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഓക്കെ പറയാം. ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. നമുക്ക് ഇതേപോലെ നമുക്ക് ഇൻഡിവിജ്വൽ ലോഗിൻ വഴിയും DD ലോഗിൻ വഴിയും ക്ലർക്ക് ലോഗിൻ വഴിയും ഒക്കെ നമുക്ക് ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. നമുക്കിനി DD ലോഗിനിൽ നമുക്കൊന്ന് വെരിഫൈ ചെയ്യണം, അതോടെ അത് സാങ്ഷൻ ചെയ്യണം. നമുക്കത് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ അതിനായിട്ട് വീണ്ടും ലീവ് സറണ്ടർ, അതിന് സബ്മെനുമായിട്ട് വെരിഫൈ സറണ്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത CMDRFലേക്ക് പോകുന്ന ആപ്ലിക്കേഷൻ നമ്മൾ വെരിഫൈ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആപ്ലിക്കേഷൻ എംപ്ലോയിയുടെ പേര്, സറണ്ടർ, നമ്മൾ എത്ര ദിവസമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. നമുക്കിവിടെ ഡീറ്റെയിൽസ് എല്ലാം കാണുന്നുണ്ട്. എമൗണ്ട് ക്രെഡിറ്റഡ് ടു കോൺട്രിബ്യൂഷൻ CMDRF എന്നുള്ള ഒരു അക്കൗണ്ടിലോട്ട് പോകാനുള്ള സറണ്ടർ ഓർഡർ സാങ്ഷൻ ആണ്. നമുക്കിവിടെ ഫോർവേഡഡ് റിജക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫോർവേഡഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മളിതൊരു, ഇല്ലെങ്കിൽ നമുക്ക് റിജക്ട് ചെയ്യാം. ആപ്ലിക്കേഷൻ തെറ്റാണെന്ന് പറയാനുണ്ടെങ്കിൽ നമുക്ക് റിജക്ട് ചെയ്യാം. നമുക്കിത് ഫോർവേഡഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്കിത് ഫോർവേഡ് ചെയ്യാം. നമുക്കിവിടെ ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ആർ യു ഷുവർ, നമ്മളത് ഓക്കെ. ആപ്ലിക്കേഷൻ ഹാസ് ബീൻ ഫോർവേഡഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് സാങ്ഷൻ ചെയ്യണം. നമുക്കിവിടെ വെരിഫിക്കേഷനിലൊന്നുമില്ല, നമ്മൾ ആ മെസ്സേജ് ഓക്കെ പറഞ്ഞു. ഇനി നമ്മൾ വീണ്ടും എടുക്കുന്നത് ഈ ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് ലീവ് സറണ്ടർ ആൻഡ് സബ്മെനുമായിട്ട് സാങ്ഷൻ ലീവ് സറണ്ടർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് വെരിഫൈ സറണ്ടർ ആപ്ലിക്കേഷൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇനി സറണ്ടർ ലീവ് സാങ്ഷൻ ലീവ് സറണ്ടർ എന്നുള്ള ഓപ്ഷൻ ചെയ്യുകയാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു DDക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് തെറ്റായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് DDയുടെ ബാധ്യതയായിട്ട് കണക്കൂട്ടുന്നു പറഞ്ഞൊരു മെസ്സേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെരിഫൈഡ്, നോൺ വെരിഫൈഡ്, വെരിഫൈഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ആയിട്ട് കിടപ്പുണ്ട്. നമുക്ക് ഈ ഡീറ്റെയിൽസ് എന്നുള്ള പേജിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം ഡീറ്റെയിൽസ് താഴെ വരുന്നതായിരിക്കും. അപ്പം നമുക്കിവിടെ ഈ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നു. ഇപ്പൊ ഇവിടെ എമൗണ്ട് എത്രയാണെന്നുള്ളത് വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ 5 ദിവസത്തെ ഈ എംപ്ലോയിയുടെ ബേസിക് പേ DA വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 5 ദിവസത്തെ എമൗണ്ട്, എക്സ്പെക്റ്റഡ് എമൗണ്ട് എത്രയാണെന്നുള്ളത് വന്നിട്ടുണ്ട്. വെരിഫിക്കേഷൻ റിമാർക്സ് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളിവിടെ അപ്രൂവൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിക്ലറേഷനൂടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ എംപ്ലോയി വില്ലിംഗ് ആണെന്നൊക്കെ ഉള്ള ഒരു ഡിക്ലറേഷൻ ഉണ്ട്. 5 ദിവസം സറണ്ടർ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. ഡിക്ലറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ അപ്രൂവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അത് റിജക്ട് ചെയ്യണമെങ്കിൽ റിജക്ട് ചെയ്യുക, അപ്രൂവ് ചെയ്യണമെങ്കിൽ അപ്രൂവ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അപ്രൂവ് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ മെസ്സേജ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ DAC കണക്ട് ചെയ്തിട്ടാണോ ഇത് ചെയ്യാനായിട്ട്. അതായത് നമുക്ക് അപ്രൂവ് ചെയ്യേണ്ടത് DAC കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ DAC കണക്ട് ചെയ്തിട്ട് ഈ ഒരു അപ്രൂവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇത് ഞാൻ ഓക്കെ കൊടുത്തിട്ട് DAC കണക്ട് ചെയ്തിട്ട് ചെയ്യുകയാണ്. അപ്രൂവൽ നടത്തിയതിന് ശേഷം നിങ്ങൾ DAC കണക്ട് ചെയ്ത് അപ്രൂവൽ ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും സറണ്ടറിലോട്ട് വന്നിട്ട് ഇവിടെ ഡൗൺലോഡ് സാങ്ഷൻ ഓർഡർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ലീവ് സറണ്ടർ ഓർഡർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓർഡർ പ്രിന്റ് ഔട്ട് കൂടെ കൊടുത്തിട്ട് വേണം നമുക്കിത് ട്രഷറിയിൽ കൊടുക്കാനായിട്ട്. നമുക്ക് അതൊന്ന് ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഈ രീതിയിൽ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്.
ഈ രീതിയിലാണ് നമ്മൾ സറണ്ടർ സാങ്ഷൻ ഓർഡർ ചെയ്യേണ്ടത്. സറണ്ടർ ഓർഡർ സാങ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബില്ല് പ്രോസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ബില്ല് പ്രോസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബില്ല് പ്രോസസ് ചെയ്യുന്നതിനായി നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ സാലറി മാറ്റേഴ്സിലാണ്. സാലറി മാറ്റേഴ്സിൽ നമ്മൾ പ്രോസസ്സിംഗ്, അതിന്റെ സബ് മെനു ആയിട്ട് ലീവ് സറണ്ടർ, അതിന്റെ സബ് മെനു ആയിട്ട് നമുക്ക് ലീവ് സറണ്ടർ ടു CMDRF വയനാട് 2024 എന്ന് കാണാൻ പറ്റും. നമ്മളെ അപ്രൂവ് ചെയ്ത സാങ്ഷൻ ഓർഡർ ഡൗൺലോഡ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് DSC വേണം. DSC വെച്ചിട്ടാണ് നമ്മൾ അപ്രൂവ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാം. ഡൗൺലോഡ്സിൽ പോയിട്ട് സാങ്ഷൻ ഓർഡർ പോയിട്ട് അത് ഞാൻ പറഞ്ഞതാണ്. അതിനുശേഷം നിങ്ങൾ സാലറി മാറ്റേഴ്സിൽ വന്നിട്ട് പ്രോസസ് ചെയ്യാനായിട്ട് പ്രോസസ്സിംഗ് ആൻഡ് സബ് മെനു ആയിട്ട് പ്രോസസ്സിംഗ് ആൻഡ് സബ് മെനു ആയിട്ട് ലീവ് സറണ്ടർ, അതിന് സബ് മെനു ആയിട്ട് ലീവ് സറണ്ടർ CMDRF വയനാട് 2026 എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് സാങ്ഷന്റെ മന്ത്, ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ്, DD കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ബിൽ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് അതൊന്നുകൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ് സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് വലത് സൈഡിലായിട്ട് നമ്മൾ ബിൽ ടൈപ്പ് കൂടെ സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് വലത് സൈഡിലായിട്ട് നമുക്ക് ആ എംപ്ലോയിയുടെ നമ്മൾ ചെയ്ത എംപ്ലോയിയുടെ പേര് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിവിടെ ടിക്ക് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബില്ല് പ്രോസസ് ആവുന്നതാണ്. ഈ ബില്ല് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ട്രഷറിയിലേക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിതൊന്ന് പ്രോസസ് ചെയ്യാം. ആർ യു റിയലി വാണ്ട് ടു പ്രോസസ് ചോദിക്കുന്നുണ്ട്. നമുക്കത് ഓക്കെ കൊടുത്ത് പ്രോസസ് ചെയ്യാം. നമുക്കിവിടെ മെസ്സേജ് കാണിക്കുന്നുണ്ട്, യുവർ റിക്വസ്റ്റ് പ്രോസസിങ് അക്സെപ്റ്റഡ്. ഒരു മിനിറ്റ്. നമുക്ക് എന്നിട്ട് ഇതിന്റെ ബില്ലൂടെ നമുക്ക് കാണാം. നമുക്കിവിടെ ജോബ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണം, അതിന്റെ ബില്ലിന്റെ കോപ്പി എടുക്കണം. നമുക്കത് എങ്ങനെയാണെന്നോടെ നോക്കാം. ബില്ല് പ്രോസസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബില്ല് എടുക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ് തന്നെയാണ് പോകുന്നത്. അപ്പോൾ സാലറി മാറ്റേഴ്സിൽ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ്, അതിന്റെ സബ് മെനു ആയിട്ട് ലീവ് സറണ്ടർ, അതിന്റെ സബ് മെനു ആയിട്ട് ലീവ് സറണ്ടർ ബിൽ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്കിവിടെ ബില്ല് കാണാൻ കഴിയും. ഞാനിവിടെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പ്രോസസ് ചെയ്ത മന്ത് ഏതാണെന്നാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ബില്ല് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യുവർ റിപ്പോർട്ട് ക്യൂ കുറച്ച് കഴിഞ്ഞ് നോക്കാനാണ് മെസ്സേജ് കാണിക്കുന്നത്. നമുക്ക് ആ ബില്ലൊന്ന് നോക്കാം. എന്തായാലും ഇവിടെ ഞാൻ സെലക്ട് പറഞ്ഞു, ബില്ല് വന്നിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇത് കാണാവുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ ഇതിപ്പോൾ ഡൗൺലോഡ് ആവും. അപ്പൊ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്കത് കാണാൻ കഴിയും. അപ്പൊ ഈ രീതിയിൽ ഇപ്പം ബില്ല് ഞാൻ കാണിക്കുന്നില്ല. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ബില്ല് സബ്മിറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സാധാരണ ബില്ല് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അക്കൗണ്ട്സിൽ പോയിട്ട് മേക്ക് ബിൽ ചെയ്യണം. അതിനുശേഷം ഈ സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് നമുക്ക് സറണ്ടർ ബില്ല് നമുക്ക് CMDRFിലേക്ക് നമ്മളിത് വയനാട് ചലഞ്ചിലേക്ക് പൈസ ട്രഷറിയിൽ ബില്ല് കൊടുക്കുന്നത്. അത് ട്രഷറി പാസ്സാക്കി അത് പ്രത്യേക ഹെഡിലേക്ക് അത് പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു.